ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മൾ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞ എല്ലാ എക്സാമിൻ്റെയും ആൻസർ കീയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെസ്റ്റീസിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെൻസ് ഓർഗൻസ്? സെൻസ് ഓർഗൻസ് അല്ലാത്തത് ഇതിലേതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? ഐ തന്നിട്ടുണ്ട്, ഹാർട്ട് തന്നിട്ടുണ്ട്, സ്കിൻ തന്നിട്ടുണ്ട്, ടങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ഹാർട്ടാണല്ലേ. സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഐസ് ഉണ്ട്, പിന്നെന്താണ്, ഇയേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ പഠിച്ചെന്താണ്, നോസ് ഉണ്ട്. ഓക്കെ, നോസ് ഉണ്ട്, അതേപോലെ ടങ് ഉണ്ട്. ഓക്കെ, ടങ്, അതേപോലെ സ്കിന്ന്. ഇങ്ങനെ 5 സെൻസ് ഓർഗൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ പെടാത്തതാണ് ഈ ഹാർട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് കൺജക്റ്റിവൈറ്റിസ്? എന്താണ് കൺജക്റ്റിവൈറ്റിസ് എന്ന്? അപ്പോൾ നമുക്കറിയാം, കൺജക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഐസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണല്ലേ കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓക്കെ, അപ്പോൾ നമുക്ക് കൺജക്റ്റിവൈറ്റിസ് എന്താണെന്ന് നോക്കാം. എ ഡിസീസ് ദാറ്റ് എഫക്റ്റ് ദ ഹ്യൂമൻ ഹൈ, കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസൈസ്, അത് പകരുന്ന രോഗമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, നെയിം 2 കോമൺ ഐ ഡിസോസസ്, കണ്ണുമായി ബന്ധപ്പെട്ട വേറെ രോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കാറ്ററാക്റ്റ് എഴുതാം, ഗ്ലൂക്കോമ എഴുതാം, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എക്സെട്ര ആർ സം ഐ ഡിസോർഡേഴ്സ്. അപ്പം കുറച്ച് വേറെ ഐ ഡിസോർഡേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്ററാക്റ്റ് എന്ന് പറയുന്ന കണ്ണുമായി ബന്ധപ്പെട്ടാണ്, ഗ്ലോക്കോമ കണ്ണുമായി ബന്ധപ്പെട്ടാണ്, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്നെല്ലൻ ചാർട്ട്? അപ്പോൾ സ്നെല്ലൻ ചാർട്ടിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സ്നെല്ലൻ ചാർട്ട്? എ ചാർട്ട് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഐസൈറ്റ്, കണ്ണിന് എത്രത്തോളം കാഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടിനെയാണ് നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നിനെ പറ്റി പറയാന്ന് വെച്ചാൽ, നമ്മൾ സ്കിന്നിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? സ്കിന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഇതാണ് ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, കോഹിയർ ഇംപ്ലാന്റ് സർജറി. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ചോദ്യം വരും, ഇയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സർജറീൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ എന്താണ്? കോലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് എഴുതാം. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു മേക്ക് എ ഹോം മോർ എനർജി എഫിഷ്യൻറ്റ്? നമ്മുടെ വീട് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു? എന്തൊക്കെ ചെയ്യാൻ പറ്റും? യൂസ് LED ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻകാൻഡസെൻറ്റ് ബൾബ്സ്. ഇപ്പം നമ്മളെ വീട്ടിൽ ചിലപ്പം ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻകാൻഡസെൻറ്റ് ബൾബ് ഉപയോഗിക്കുന്നുണ്ടാവും. അതിനൊക്കെ പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? LED ബൾബ് ഉപയോഗിക്കണം. സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നോട്ട് ഇൻ യൂസ്, നമ്മൾ ഉപയോഗിക്കാത്തപ്പോൾ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ എന്താക്കുക? സ്വിച്ച് ഓഫ് ചെയ്യുക. യൂസ് നാച്ചുറൽ വെൻറ്റിലേഷൻ ഫോർ കൂളിംഗ്, പിന്നെ നമ്മൾ എപ്പോഴും ഫാൻ കറക്കാതെ നാച്ചുറൽ വെൻറ്റിലേഷൻ, പ്രകൃതിദത്തമായിട്ടുള്ള വെൻറ്റിലേഷൻ ഉപയോഗിക്കുക. അതായത് ജനവാതിലുകൾ തുറന്നിടുക, അങ്ങനെ നമ്മൾ ഉപയോഗിക്കാം. ഇൻസ്റ്റാൾ സോളാർ പാനൽസ് ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ, പിന്നെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസാണ് പഠിച്ചത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. Personal and social hygiene are important in preventing communicable disease. Do you agree with this statement? Please elaborate. അപ്പോൾ പേഴ്സണലായിട്ടും സോഷ്യൽ ഹൈജീനും ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരുന്ന രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കത് അത്യാവശ്യമാണ്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ട്? ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ഇങ്ങനെയും വരാം. പിന്നെ അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പറയാണ് മറ്റേ കുട്ടീനോട്,
എന്നിട്ട് ഈ ഒരു കോളത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ല, പേഴ്സണൽ ആൻഡ് അവർ പറയുന്ന പോലെ സംസാരിക്കുന്ന പോലെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇതിനോട് അഗ്രി ചെയ്യേണ്ട അങ്ങനെ ഒക്കെ ചോദ്യം വരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ് ഐ അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അഗ്രി ചെയ്യുകയാണ്. നമുക്ക് പേഴ്സണൽ ഹൈജീനും സോഷ്യൽ ഹൈജീനും വേണമല്ലേ. പേഴ്സണൽ ഹൈജീൻസ് ഹാബിറ്റ് ടു ഹെൽപ്പ് ടു റിമൂവ് ജേംസ് ആൻഡ് പാത്തോജൻസ് ഫ്രം ദ ബോഡി ആൻഡ് പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്തിൻ്റെ? ജേംസിനെ, കീടാണുക്കളെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. പാത്തോജൻസ് ഫ്രം ദ ബോഡി ആൻഡ് പ്രിവെൻറ്റ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് നിർത്താൻ കഴിയും. സോഷ്യൽ ഹൈജീൻ ഹെൽപ്സ് ടു പ്രിവെൻറ്റ്. ഇനി സോഷ്യൽ ഹൈജീൻ്റെ ആവശ്യം എന്താണ്? സോഷ്യൽ ഹൈജീൻ പ്രിവെൻറ്റ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്. ഈ ഡിസീസസ് പകരുന്നത് ഇങ്ങനെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം. ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ മാറുക. ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ത്രൂ കോണ്ടാമിനേറ്റഡ് എൻവയോൺമെൻറ്റ്സ് ആൻഡ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഔട്ട്ബ്രേക്സ് ആൻഡ് എപ്പിഡമിക്സ്. അപ്പോൾ പകർച്ചവ്യാധികളൊക്കെ തടയാനായിട്ട് നമുക്ക് സോഷ്യൽ ഹൈജീന് വളരെ ഹെൽപ്ഫുള്ളാണ്. ബൈ അഡോപ്റ്റിംഗ് ഗുഡ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ പ്രാക്ടീസസ് ഇൻഡിവിജ്വൽസ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് സ്പ്രെഡിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇനി ഡിസീസസ് എഫക്റ്റ് പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഡിസീസസ് ആണ് ബേർഡ്സ് ഫ്ലൂ, കൗ കോട്ട്, അതിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ്. പിന്നെ ഡോഗും കാറ്റിന് റാബീസ്, കാറ്റിന് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതേപോലെ തന്നെ പ്ലാന്റ്സിന്, ഇത് നമ്മൾ ആനിമൽസിനാണ് പറഞ്ഞത്. ഇനി നമുക്ക് പ്ലാന്റ്സിൻ്റെ നോക്കാം. കോക്കനട്ട് ട്രീനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബഡ് റോട്ട്, പാഡി ബ്ലൈറ്റ്, പീ മൊസൈക്ക്, പ്ലാന്റൈൻ, ബഞ്ചി ടോപ്പ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡിവൈസസ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ? ഈ ഡിവൈസസ് ഏതൊക്കെയാണ്? ഈ പിക്ചറിലുള്ള ഡിവൈസസ് ഏതൊക്കെയാണെന്ന് പറയുക. മറ്റേത് എന്താണ്? സോളാർ കാൽക്കുലേറ്റർ ആണ്. രണ്ടാമത്തെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. മൂന്നാമത്തേത് സോളാർ എമർജൻസി ലാമ്പാണ്. ഫ്രം വേർ ഡു സോളാർ ഡിവൈസസ് ഗെറ്റ് ദ എനർജി ടു ഫങ്ഷൻ? ഇവർക്കൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി എവിടുന്നാണ് കിട്ടുന്നത്? ദ സോളാർ പാനൽസ് ഇൻ ദീസ് ഡിവൈസസ് കൺവേർട്ട് സൺലൈറ്റ് ടു ഇലക്ട്രിസിറ്റി. സൂര്യപ്രകാശത്തെയാണ് ഇവർ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്. വെൻ സൺലൈറ്റ് ഫോൾസ് ഓൺ ദ സോളാർ സെൽസ് ജനറേറ്റഡ്. അപ്പോൾ സൺലൈറ്റ് ഈ സോളാർ സെല്ലിൽ വീഴുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ആർ എൻഡ്ലെസ് ആൻഡ് ഡു നോട്ട് കോസ് പൊല്യൂഷൻ. യൂസിങ് ദം ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് ആൻഡ് എൻഷുർ ഫ്യൂച്ചർ ജനറേഷൻ ഹാവ് എനർജി. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ്. സം എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് നെവർ റൺ ഔട്ട് വൈൽ അതേഴ്സ് ലൈക്ക് കോൾ ആൻഡ് പെട്രോൾ ക്യാൻ ഫിനിഷ് വൺ ഡേ. അപ്പോൾ നമുക്കറിയാം രണ്ട് തരം റിസോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിന്യൂവബിളും നോൺ റിന്യൂവബിളും. അപ്പോൾ റിന്യൂവബിൾ എന്ന് പറയുന്നത് എന്താണ്? റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവർ തീർന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? സൺലൈറ്റും വിൻഡൊന്നും ഒരിക്കലും എന്താണ് തീർന്നു പോകുന്നില്ല. അതേഴ്സ് ലൈക്ക് കോളും പെട്രോളും എന്താണ് ക്യാൻ ഫിനിഷ് വൺ ഡേ. അതൊരു ദിവസം തീർന്നു പോകും. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് യൂസിങ് എനർജി സോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ്? അപ്പോൾ അങ്ങനെയുള്ള, അതായത് തീരാത്ത നമ്മുടെ എനർജി സോഴ്സസ് ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ കണ്ടത്. റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ആർ എൻഡൻസ് ആൻഡ് ഡു നോട്ട് കോസ് പൊല്യൂഷൻ. ഇപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൺലൈറ്റ്, അതേപോലെ വിൻഡ്, കാറ്റ്, ഇതൊക്കെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. യൂസിങ് ദം ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ്, എൻഷുർസ് ഫ്യൂച്ചർ ജനറേഷൻ ഹാവ് എനർജി. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് എനർജി ഉണ്ടാവാനും അത് സഹായിക്കുന്നു.
ഇനി നമുക്ക് സോളാർ എനർജീനെ പറ്റി പറയാമെന്ന് വെച്ചാൽ സോളാർ എനർജി ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ എനർജി ഈസ് ഫ്രീ ആൻഡ് റിന്യൂവബിൾ. സോളാർ എനർജി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ടോട്ടലി ഫ്രീ ആണ്, പിന്നെ അത് റിന്യൂവബിൾ ആണ്. യൂസിങ് സോളാർ പാനൽസ് റെഡ്യൂസസ് ഇലക്ട്രിസിറ്റി ബില്ല്. ഇപ്പോൾ സോളാർ പാനൽ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറയും. ആൻഡ് ഡിക്രീസസ് പൊല്യൂഷൻ, പിന്നെന്താണ് പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാവില്ല. ഇറ്റ് ഹെൽപ്സ് എ ഗ്രീനർ ആൻഡ് മോസ്റ്റ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അപ്പോൾ സോളാർ എനർജി ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, വി യൂസ് എനർജി ഫോർ മെനി ആക്ടിവിറ്റീസ് ലൈക്ക് കുക്കിംഗ്, ട്രാവലിംഗ് ആൻഡ് ലൈറ്റിംഗ് അവർ ഹോംസ്. വേർ ഡു വി ഗെറ്റ് ദിസ് എനർജി ഫ്രം ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ഇറ്റ് വൈസ്ലി? അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പലതരം ആവശ്യങ്ങളുണ്ടല്ലേ. കുക്കിംഗ് ഉണ്ട്, അതേപോലെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വിളക്കുകൾ കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ എനർജി നമ്മൾ നല്ലവണ്ണം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്? We get energy from different sources such as sun, wind, water, coal, petrol and gas. അപ്പോൾ നമുക്ക് ഈ എനർജിയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യനിൽ നിന്നും, അതേപോലെ കാറ്റിൽ നിന്നും, വെള്ളത്തിൽ നിന്നും, കോള്, പെട്രോൾ, അങ്ങനെ ഇതിൽ നിന്നാണ്. എനർജി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക് കുക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് യൂസിങ് മെഷീൻ. യൂസിങ് എനർജി വൈസ്ലി ഹെൽപ്സ് കൺസർവ് റിസോഴ്സസ് ആൻഡ് റെഡ്യൂസ് വേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ഈസ് വെരി പ്രഷ്യസ്. വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണല്ലേ. ബട്ട് പ്യുവർ വാട്ടർ ഈസ് വെരി ലിമിറ്റഡ് ഓൺ എർത്ത്. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ആ ഡയഗ്രം ഒക്കെ കണ്ടില്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? പ്യുവർ വാട്ടർ ഈസ് വെരി ലിമിറ്റഡ്. ശുദ്ധമായ വെള്ളം കുറവാണ്. വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് യു ക്യാൻ ഗിവ് ടു പീപ്പിൾ അബൌട്ട് സേവിങ് വാട്ടർ? അപ്പോൾ ഈ വെള്ളം സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? യൂസ് വാട്ടർ വൈസ്ലി ആൻഡ് അവോയ്ഡ് വേസ്റ്റിംഗ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ വെള്ളം വൈസായിട്ട്, അതായത് വിവേകത്തോടെ നമ്മൾ പെരുമാറുക, നമ്മൾ നല്ല ദുരുപയോഗപ്പെടുത്താതിരിക്കുക. പ്രൊട്ടക്റ്റ് വാട്ടർ സോഴ്സ് ഫ്രം പൊല്യൂഷൻ ആൻഡ് കോണ്ടാമിനേഷൻ. നമ്മുടെ ജലസ്രോതസ്സുകളെയൊക്കെ പൊല്യൂഷനിൽ നിന്നും അതേപോലെ തന്നെ അഴുക്കാകുന്നതിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, സം സബ്സ്റ്റൻസ് മിക്സ് വെൽ വിത്ത് വാട്ടർ ആൻഡ് വൈൽ അതേഴ്സ് ഡു നോട്ട്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു, നമ്മുടെ എക്സ്പീരിയൻസ്മെൻ്റൊക്കെ ക്ലാസ്സിൽ നടത്തിയാണ്. വെള്ളത്തിൽ കുറച്ച് സബ്സ്റ്റൻസ് മിക്സ് ആവും, ചിലത് മിക്സ് ആവില്ല. ഹൗ വുഡ് യു ഗ്രൂപ്പ് ദ ഗിവൺ സബ്സ്റ്റൻസ് ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ ഇൻ വാട്ടർ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സബ്സ്റ്റൻസ് തന്നു എന്നിരിക്കുക. അപ്പോൾ നിങ്ങളതെങ്ങനെ ക്ലാസിഫൈ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ നമുക്ക് 2 തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ, വാട്ടറിൽ ലയിക്കുന്നത്, ഡിസോൾവ് ചെയ്യുന്നത്. അതേപോലെ സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ നമുക്കറിയാം, ബേക്കിംഗ് സോഡ നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ അത് വെള്ളത്തിൽ നമുക്ക് ബേക്കിംഗ് സോഡനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. അതേപോലെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേറെ കാണാൻ പറ്റില്ല. വിനാഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു വെള്ളത്തിലേക്ക്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് വിനാഗിരി ഏതാണ് അല്ലെങ്കിൽ വെള്ളം ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് നമ്മളൊരു വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഇടുകയാണ്. അപ്പോൾ ആ നെയ്യ് പാട പോലെ അവിടെ ഉണ്ടാവും. അതേപോലെ മണ്ണെണ്ണ ആയാലും ഇതൊക്കെ നമുക്ക് എന്താണ്, പാട പോലെ നമുക്ക് കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സീഡ്സ് നീഡ് സർട്ടൻ കണ്ടീഷൻ ടു ഗ്രോ ഇൻ ടു പ്ലാന്റ്സ്. അപ്പോൾ നമുക്കറിയാം, വിത്തുകൾ പ്ലാന്റ്സ് ആയി മാറണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. വാട്ട് ആർ എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ സീഡ് ജെർമിനേഷൻ ആൻഡ് വൈ ദേ ആർ ഇമ്പോർട്ടൻറ്റ്? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു സീഡ് ജെർമിനേഷന് വേണ്ടത്? ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ സീഡ് ജെർമിനേഷൻ ആർ വാട്ടർ, എയർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? വാട്ടർ വേണം, എയർ വേണം, അതേപോലെ തന്നെ ഫേവറബിൾ ടെമ്പറേച്ചറും വേണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അവർ സ്കിൻ പ്രൊട്ടക്ട്സ് അവർ ബോഡി ഫ്രം ഹാംഫുൾ ജേംസ് ഹീറ്റ് ആൻഡ് കോൾഡ്. ഇനി നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയെ സംരക്ഷിക്കുകയാണ് ജേംസിൽ നിന്നും അതേപോലെ തന്നെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സ്കിന്നാണ്. ടു കീപ്പ് ഇറ്റ് ഹെൽത്തി വി നീഡ് ടു ടേക്ക് പ്രോപ്പർ കെയർ ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ അത് നമുക്കത് ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കണം, കെയർ കൊടുക്കണം. വാട്ട് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് തിങ്സ് വി ഷുഡ് ഡു ടു പ്രൊട്ടക്റ്റ് അവർ സ്കിൻ? അപ്പോൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? യൂസ് സൺസ്ക്രീൻ വൈൽ ഗോയിങ് ഇൻ ദ സൺ ടു പ്രൊട്ടക്റ്റ് ഹാംഫുൾ UV റേസ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷണം നേടാൻ നമ്മൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാം. കീപ് ദ സ്കിൻ ക്ലീൻ ബൈ വാഷിംഗ് റെഗുലർലി ടു റിമൂവ് ഡേർട്ട് ആൻഡ് ബാക്ടീരിയ. അപ്പോൾ നമ്മൾ സ്കിന്നെ എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് അതെന്തിനാണ്? ഡേർട്ടും ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്യാം. അവോയ്ഡ് യൂസിങ് ഹാർഷ് കെമിക്കൽസ് ഓർ സോപ്സ് ദാറ്റ് മേ ഡാമേജ് സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജ് ആക്കുന്ന കെമിക്കൽസ് ഉള്ള സോപ്പൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ടു കീപ് ദ സ്കിൻ ഹൈഡ്രേറ്റഡ് ആൻഡ് ഗ്ലോയിങ്. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ് റിച്ച് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ടു നറിഷ് ദ സ്കിന്ന്. അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ നമ്മൾ നല്ല ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടേക്ക് ബാത്ത് എവറി ഡേ ആൻഡ് കീപ് സ്കിൻ. നമ്മൾ എപ്പോഴും കുളിക്കുക, എവറി ഡേ എല്ലാ ദിവസവും കുളിക്കുക. പിന്നെ ഹാവ് ഇനഫ് സ്ലീപ്പ്. അപ്പോൾ നമ്മൾ നല്ല ഉറക്കം, അതും അത്യാവശ്യമാണ്. ഇനി അടുത്തത് നോക്കാം. ക്ലാസിഫൈ ദ ഗിവൻ ഫ്യൂവൽസ് സ്യൂട്ടബിൾ. ഇവിടെ കുറച്ച് ഫ്യൂവൽസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ്. ഫയർവുഡ്, പെട്രോൾ, കോൾ, LPG, അസറ്റലൈൻ, കൗഡൻ കേക്ക്, CNG, ഡീസൽ, ഹൈഡ്രജൻ, കെറോസിൻ. റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് LPG. LPGയുടെ ഫുൾ ഫോം എഴുതാം. വേർ ഈസ് ഹൈഡ്രജൻ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. ഹൈഡ്രജനെ നമ്മൾ എവിടെയാണ് ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ്, ഗ്യാസസ് ഫ്യൂവൽസ്. ഫ്യൂവൽസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? സോളിഡ്, അതായത് വളരെ സോളിഡ്, കട്ടിയുള്ളത്. ഇപ്പോൾ ഫയർവുഡ്, നമ്മൾ വിറക്, കോള്, കൗടങ്ങ്, ചാണകത്തിൻ്റെ അതൊക്കെ നിങ്ങൾ കണ്ടാൽ സോളിഡാണ് അല്ലേ, വളരെ കട്ടിയുള്ളതാണ്. ഇനി ലിക്വിഡ് ഫ്യൂവൽസിൽ വരുന്നതാണ് പെട്രോൾ, ഡീസൽ, കെറോസിൻ, മണ്ണെണ്ണ. ഗ്യാസ് എന്നുള്ള ഫ്യൂവൽസിൽ വരുന്നതാണ് LPG, CNG, അസറ്റലൈൻ, ഹൈഡ്രജൻ. ഇനി നമ്മൾ ചോദിച്ചു LPGയുടെ ഫുൾ ഫോം അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് LPGയുടെ LPGയുടെ ഫുൾ ഫോം. പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈഡ്രജൻ എവിടെയാണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്? ഇൻ റോക്കറ്റ്സ് ആണ്. ഓക്കെ, റോക്കറ്റ്സിലാണ് ഹൈഡ്രജൻ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത നോക്കൂ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്യൂവൽ. ഇതിൽ നോക്കൂ. ഇനി ഇതിൽ ഫ്യൂവൽ അല്ലാത്തത് കെറോസിൻ ഫ്യൂവലാണ്, ഫയർവുഡ് ഫ്യൂവലാണ്, ഹൈഡ്രജൻ ഫ്യൂവലാണ്, ഗ്യാസ് സ്റ്റവ് ഫ്യൂവലല്ല. ദ വർക്കേഴ്സ് ഇൻ ആൻ ഓഫീസ് റീച്ച് ബൈ സൈക്കിൾ. ഹൗ ഡു ദേ കൺസേർവ് എനർജി? വാട്ട് അറേഞ്ച്മെൻറ്റ് ക്യാൻ യു ഡു ടു മേക്ക് എ ഫയർവുഡ് സ്റ്റവ് മോർ എഫിഷ്യൻറ്റ്? ഇപ്പോൾ ഒരു ഓഫീസിലെ കുറേ ആൾക്കാർ അവരെത്തുന്നത് സൈക്കിളിലാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ എനർജി കൺസേർവ് ചെയ്യുന്നത്? പിന്നെ അതേപോലെ തന്നെ ഫയർവുഡ് സ്റ്റവ് മോർ എഫിഷ്യൻ്റ് ആക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? അപ്പോൾ നോ ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ ബൈസിക്കിൾ. അപ്പോൾ സൈക്കിളിൽ നമ്മൾ എന്തെങ്കിലും ഫ്യൂവൽ ഉപയോഗിക്കേണ്ടില്ല. സോ ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ ഓഫ് എനി ഫോം. ഒരു വേസ്റ്റേജും ഉണ്ടാവുന്നില്ല, പിന്നെ പൊല്യൂഷനും ഉണ്ടാവുന്നില്ല അല്ലേ. നോ പൊല്യൂഷൻ. നോ ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ ബൈസിക്കിൾ. അതുകൊണ്ട് പൊല്യൂഷൻ ഇല്ല, വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽസും ഇല്ല. പിന്നെ നമ്മൾ വിറകടുപ്പ് കത്തിക്കുമ്പോൾ എന്തൊക്കെ അറേഞ്ച്മെൻറ്റാണ് ചെയ്യേണ്ടത്? ഷുഡ് ബി ഇനഫ് എയർ ഫ്ലോ, നല്ല വായുസഞ്ചാരം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പുകഞ്ഞിരിക്കും അല്ലേ. ദർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ എക്സ്ഹോസ്റ്റിംഗ് സ്മോക്ക്. ഈ പുക പോകാനുള്ള ഒരു പ്രൊവിഷനൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഇനി അടുത്തൊരു ഡയഗ്രാമാണ്, ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ യൂസസ്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേണിങ് മിൽക്ക് ഇൻ ടു കേർഡ്. ഇനി നമ്മൾ 3 നമ്മൾ ഫില്ല് ചെയ്യണം. ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ. ഇപ്പം മാവ് പുളിക്കാനൊക്കെ ഈ ഒരു മൈക്രോ ഓർഗാനിസം വേണം. ഡീകമ്പോസിഷൻ ഫിഷ് മാറ്റേഴ്സ് ഇൻ ടു സോയിൽ. അപ്പോൾ നമ്മളെ ജൈവ വസ്തുക്കളോ ഒക്കെ മരത്തടികൾ, അതേപോലെ തന്നെ അഴുകിയ മൃതശരീരങ്ങൾ, ഇതൊക്കെ നമ്മുടെ മണ്ണിനോട് യോജിക്കണമെങ്കിൽ എന്ത് വേണം? മൈക്രോ ഓർഗാനിസം വേണം. കൺവേർട്ടിങ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു സാൾട്ട് ഇൻ ദ സോയിൽ വിച്ച് ആർ ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ്. അതേപോലെ അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ എടുത്തിട്ട്
എന്താണ് സോൾട്ടാക്കി മാറ്റുന്നതും അത് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ വിധത്തിലാക്കുന്നതൊക്കെ ആരാണ്? മൈക്രോ ഓർഗാനിസം ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ ഫ്യൂവൽസിൻ്റെയൊക്കെ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നതിൻ്റെ ഇതിൽ വരുന്ന പെട്രോൾ, ഡീസൽ, കെറോസിൻ, LPG, നാഫ്ത. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്യൂവൽസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാനാണ്. സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഫയർവുഡ്, കോൾ, കൗണ്ടങ് കേക്ക്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ പെട്രോൾ, ഡീസൽ, കെറോസിൻ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത. ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബയോഗ്യാസ്, ഹൈഡ്രജൻ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇത് തന്നിട്ട് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഓർമ്മിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്